ഓലമേഞ്ഞ പുരകളായിരുന്നു അന്ന് എല്ലാവർക്കും. വിഷുവിന് മുമ്പ് എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരുടെയും പുരകൾ കെട്ടിമേയുമായിരുന്നു. അതോടൊപ്പം തന്നെ മണ്ണിൽ വിത്തിറക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. കൃഷിയായുധങ്ങൾ കേട് തീർത്ത് ഒരുക്കുകയാണ്. പത്തായത്തിൽ നിന്ന് ഒരു പിടി വിത്തെടുത്ത് അലക്ക് തുണിയിൽ പൊതിഞ്ഞുകെട്ടി നനച്ചു വെക്കുകയാണ്. കന്നുകാലികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയാണ്. ഓരോ ഗ്രാമത്തിലും ഓരോ മാറ്റക്കച്ചവട ചന്തകൾ ഉണ്ടാകുമായിരുന്നു. വാണിഭം എന്നാണ് ഇതിൻ്റെ പേര്. വീട്ടിൽ ആവശ്യത്തിലേറെ ഉള്ളതൊക്കെ അവിടെ കൊണ്ടുപോയി വിൽക്കാം, അത്യാവശ്യമുള്ളത് പകരം വാങ്ങാം. ഉരുവിന് ഉരു ആണ് കച്ചവടം. ഇതിൻ്റെ ഇടയ്ക്ക് നാണയം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. കന്നുകാലികളെ മുതൽ പൂച്ചക്കുട്ടികളെ വരെ കൈമാറാനും കച്ചവടം ചെയ്യാനും അന്ന് കഴിയുമായിരുന്നു. തേക്ക് കുട്ടയും തൊടപ്പും കൊടുവാളും കറിക്കത്തിയും എല്ലാം ഉണക്കമീനും ചെപ്പിത്തോണ്ടി വരെ എല്ലാം നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന്, ചന്തയിൽ നിന്ന് കിട്ടും. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ആഘോഷം എന്ന ഒരു കാര്യം വിഷുവിന് കാര്യമായില്ല. മതപരമായ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐതിഹ്യങ്ങളോ ഒന്നും ഇതിനില്ല. വിഷുക്കണിയിൽ ഒരു വിഗ്രഹം എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ നടത്തുന്ന ഒരു ഭൂമി പൂജയിലെ ചില ചടങ്ങുകളാണ് ഈ ഇനത്തിലാകെ വരുന്നത്. ഇതൊക്കെ എന്നാണ് തുടങ്ങിയത് എന്ന കാര്യം ചിന്തക്ക് വിധേയമാക്കേണ്ടതുമാണ്. മരത്തിൻ്റെ മുകളിൽ ജീവിച്ച മനുഷ്യൻ മണ്ണിലിറങ്ങി കൃഷി തുടങ്ങിയത് മുതലുള്ളതായിരിക്കും ഈ വിഷു എന്ന് വെച്ചാൽ അത് ചരിത്രാതീത കാലം തൊട്ട് തന്നെയാണല്ലോ. തൊഴിൽ വിഭജനത്തിൻ്റെ മഹനീയമായ മാതൃക കൂടിയാണ് ഈ വിഷു എന്ന് പറയുന്നത്. മരപ്പണിക്കാരും ലോഹപ്പണിക്കാരും നെയ്ത്തുകാരും കയർപ്പണിക്കാരും ആട്ടുന്നവനും എല്ലാം അവരവരുടെ മേഖലകളിൽ നിന്ന് കൃഷിക്കാർക്ക് എന്താണോ ആവശ്യം അതൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പ്രതിഫലമായി വിളവിൻ്റെ ഒരു പങ്ക് അവർക്ക് കിട്ടും. അത് നൽകപ്പെടുന്നത് അവകാശമായാണ്, അല്ലാതെ ദാനമോ അല്ലെങ്കിൽ അതിൻ്റെ വിലയോ ആയിട്ടല്ല. എന്തൊരു ഭംഗിയാർന്ന കാലം! ആരും ആർക്കും ഒന്നും തന്നെ വിലക്ക് വിൽക്കാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. കച്ചവട മെച്ചം എന്ന സ്വാർത്ഥ ലാഭം, അതിൻ്റെ അർത്ഥപരമായ മൂലധനവും ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടായിരുന്നില്ല. തൻ്റേത് മാത്രമായി ഒന്നുമില്ല എന്ന് കരുതിയിരുന്നവരായിരുന്നു ജനങ്ങൾ. അതിനെയാണ് നാം ഇപ്പോൾ കാടൻ സോഷ്യലിസം എന്ന് വിളിക്കുന്നത്. അതോ പിന്നീടുണ്ടായത് ആണോ? ഏത് സോഷ്യലിസമാണ് കാടൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഗ്രാമത്തിൽ ഈ പുഴകളുടെ തീരത്ത് ഇരുകരകളിലുമായി നൂറുകണക്കിന് ഏക്കറുകൾ ഭൂമി കൃഷിഭൂമിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 20 ഏക്കർ ഭൂമി പോലും കൃഷിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പം നാടൻ വിത്തുകൾ പോയി പുന്നല്ലരി അടുക്കളയിൽ വേവുന്ന മണം, ഒരു നുള്ളു ഉപ്പും ചേർത്ത് അത് ആറ്റിക്കുടിക്കാനുള്ള നിരസിക്കാനാവാത്ത ഒരു ക്ഷണം, അങ്ങനെ ഒരു ക്ഷണപത്രമായി മാറുന്ന കാലം പോയി. അതോടെ വിഷുവും പോയി. വിഷുഫലം പറയാൻ ജ്യോതിശാസ്ത്രത്തിൽ വരാറുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രജ്ഞൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇതും വിഷു എന്ന വലിയ പുറപ്പാടിനോട് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതായി നമുക്ക് വായിക്കേണ്ടി വരും. സംക്രമഫലം വെച്ച് ഗണിച്ചെടുക്കുന്ന പ്രവചനങ്ങൾ അദ്ദേഹം പ്രതീകാത്മകമായ ഭാഷയിൽ ഓയിലയിൽ കുറിച്ചു വെച്ച് പറയുകയാണല്ലോ. അങ്ങനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. അപ്പോൾ സംക്രമപുരുഷൻ സിംഹപ്പുറത്ത് കിടന്ന് വരവ്, സൗമ്യവർഷമല്ല, ജീവികൾക്ക് ആരോഗ്യവും കുറവ്, വായുഭക്ഷണം, ദാരിദ്ര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇങ്ങനെ പോയി അവസാനം മഴയുടെ ഒരു കണക്കുണ്ട്. പറയാണ് അതിൻ്റെ അളവ്. ഈ പറ ഒന്ന് വേറെ തന്നെയാണ്. അനേകം യോജന വ്യാസവും ഉയരവുമുള്ള ഒരു വലിയ പറ. 1 മുതൽ 4 വരെ പറകളിൽ ഏതെങ്കിലും ഒന്ന് പ്രവചിക്കപ്പെടുന്നു. 1ഉം 3ഉം നല്ലത്, 2ഉം 4ഉം മോശം. ആകപ്പാടെ ആലോചിക്കുമ്പോൾ ഈ കണ്ടുകിട്ടുന്ന കാര്യം മാത്രമാണ് നമുക്ക് നമ്മുടേതായുള്ളത്. പഴയ കാലങ്ങളിലേക്ക് തിരികെ പോകാൻ നമുക്ക് ഒരിക്കലും കഴിയില്ലല്ലോ. പക്ഷെ ആ പഴയ കാലങ്ങളിലെ നന്മയും മനുഷ്യത്വവും സ്നേഹവും ഒക്കെ നഷ്ടമായത് വലിയ കഷ്ടമാണ് എന്ന് പറയാൻ തോന്നുകയാണ്.